റാം നാരായൺ റാം. ഇപ്പോൾ കാലത്ത് കുട്ടികൾ അവരുടെ അമ്മയെയും അച്ഛനെയും മാനിക്കാറില്ല, അവർക്ക് ആദരവ് കാണിക്കാറില്ല. അതിൻ്റെ പിന്നിലെ കാരണമെന്താണെന്നാൽ ഇന്നത്തേതിൽ സംയുക്ത കുടുംബങ്ങളിൽ കൂടുതലായും ആളുകൾ താമസിക്കുന്നില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു. മുമ്പ് സംയുക്ത കുടുംബങ്ങളുണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ ആദരവോടെ സ്നേഹത്തോടെ കഴിയുകയുണ്ടായിരുന്നു. അവിടെ കുട്ടികൾ കാണുന്നത് അവരുടെ അച്ഛൻ എങ്ങനെ തങ്ങളുടെ അപ്പനെ ആദരിക്കുന്നു എന്നതാണ്. അത് കാണുമ്പോൾ ആ കുട്ടിയും തൻ്റെ അച്ഛനെ അതേപോലെ ആദരിക്കും. ഞാൻ ലോകമൊന്നും സന്ദർശിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ചില വീടുകളിൽ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബത്തെ വളരെ ആദരവോടെ കാണുന്നതാണ് ഞാൻ കണ്ടത്. നിങ്ങളുടെ മനസ്സു നല്ലതായിരിക്കും, അതെന്തും സത്യമാണ് പറയുന്നത് എങ്കിൽ എല്ലാം നല്ലതായിരിക്കും. മനസ്സിനെ ബലമുള്ളതാക്കാൻ ധ്യാനം നിർബന്ധമായും വേണം. ഒരാൾ ധ്യാനിച്ചാൽ അവനുള്ള എല്ലാ രോഗങ്ങളും അകന്നുപോകും. മനുഷ്യൻ തൻ്റെ ജീവിതം പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതായും വിവേകപരവുമായതായും ആക്കിയാൽ ഒരേ പ്രശ്നവുമുണ്ടാവില്ല, ഭൂമിയിലും ഇല്ല. മനുഷ്യനാണ് സൃഷ്ടിക്കാരൻ. പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കിയതും മനുഷ്യനാണ്. ഭൂമിയിൽ നിന്നുള്ള വ്യക്തിഗത ഉടമസ്ഥാവകാശം നീക്കിയാൽ എല്ലാം ശരിയാകും. പ്രകൃതിയുടെ പുതിയ സൂര്യൻ ഉദിക്കും, പുതിയ വെളിച്ചം പടരിക്കും. സൃഷ്ടിയിൽ ഉള്ള എല്ലാത്തും മഹാകാശത്തിൽ ഉള്ളതും നമ്മുടെ ഉള്ളിലുമാണ്. സമ്പൂർണ്ണ പ്രകൃതിയിൽ ഉള്ളതൊക്കെയും നമ്മിൽ തന്നെ ഉണ്ടെന്നതാണ് സത്യം. പ്രകൃതി മഹാകാശത്തിലെ മാർഗമാണെങ്കിൽ നമ്മളെല്ലാവരും അതിൽ നിന്നാണ് പിറന്നത്. അതിനാൽ മഹാകാശത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. നാം അള്ളാ, ഈശ്വർ, ഭഗവാൻ എന്നിങ്ങനെ വേറിട്ട നാമങ്ങളാൽ വിളിക്കുന്നതെല്ലാം ഒറ്റതാണെന്നും അതാകുന്നതാണ് മഹാകാശം. മഹാകാശം നമ്മെ ഒരു ലക്ഷ്യത്തോടെ അയച്ചിരിക്കുന്നു. അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ വിവേകം. ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും നിങ്ങളുടെ വിവേകം എപ്പോഴും നിങ്ങളെ ശരിയായ ദിശയിൽ നയിക്കും. അതിനാൽ എപ്പോഴും നിങ്ങളുടെ വിവേകത്തിൻ്റെ വാക്കുകൾ കേൾക്കുക, നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ ശബ്ദം കേൾക്കുക. റാം നാരായൺ റാം എന്ന പേര് ഒരു സ്ഥാൻ നാം ആണെന്നു പറയാം. അതിൽ നിങ്ങളുടെ ജീവിതത്തെ മോചിപ്പിക്കുന്ന ശക്തിയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ അന്തരാത്മാവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. ഈ നാമത്തിൽ അത്രയും ശക്തിയുണ്ട്. അത് മുഴുവൻ സൃഷ്ടിയെ തന്നെ ഉൾക്കൊള്ളുന്നു. ഈ നാമം ജപിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ആത്മസാക്ഷാത്കാരം നടക്കാൻ തുടങ്ങും. ലോകത്ത് എത്രയോ പേർ റാം നാരായൺ റാംയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതം മാത്രമല്ല സമൂഹത്തിലെ മറ്റു ആളുകളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നാമത്തോടൊപ്പം കഴിയുന്നവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. അതാണ് പുതിയ ഊർജം നൽകുന്നതും ജീവിതം വിജയകരമാക്കുന്നതും.